റവറൻ ഡോക്ടർ തോമസ് മൂലയിൽ രചിച്ച പാലായിലെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന മാറിയ സാഹചര്യത്തിൽ വിശ്വാസ കൈമാറ്റം ഒരു സാധ്യതാ മാർഗരേഖ എന്ന ഗ്രന്ഥം പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാരൂപത മെത്രാസന മന്ദിരത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി. സഭയുടെ കാതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ തോമസ് മൂലയിലെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സഭയുടെ കാതൽ മനസ്സിലാക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. എന്താണ് ഹിസ്റ്ററി, എന്താണ് ട്രഡീഷൻ, എന്താണ് നമ്മുടെ കാറ്റഗൈസിസ്, എന്താണ് മലയാള ഭാഷയ്ക്ക് അവിടെയുള്ള പ്രത്യേകതകൾ, അങ്ങനെ ഒരു ഫെയ്ത്ത് കൾച്ചറിനെ നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അച്ഛൻ PhD കാരനാണ്, റോമിൽ പഠിച്ച ആളാണ്. പ്രളങ്ങാട് പള്ളിയുടെ വികാരിയായിരുന്നു, മറ്റനേകം പള്ളികളുടെയും വികാരിയായിരുന്നു. പ്രളങ്ങാട് പള്ളിയിൽ അച്ഛൻ വികാരിത്വം നടത്തിയപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ സഭയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ അച്ഛനതിനകത്ത് താല്പര്യമുണ്ടായിരുന്നു. അതിവിടെ നിന്ന് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. പകരവും മറ്റുമൊക്കെ അച്ഛനും മലയപ്പറമ്പിലച്ഛനും എല്ലാം വന്ന കാലഘട്ടത്തിൽ നമുക്ക് കുറെ കൂടി ഒന്ന് അതിന്റെ ഫേസ് ഒന്ന് കണ്ടെത്താൻ സാധിച്ചു. പാലാരൂപത വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ, വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുഞ്ഞൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. റവറൻ ഡോക്ടർ തോമസ് മൂലയിലച്ഛനിൽ നിന്ന് പരിശീലനം നേടിയ നിരവധി വൈദികരും സന്യസ്തരും സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. റവറൻ ഡോക്ടർ തോമസ് മൂലയിൽ തൻ്റെ ദീർഘകാലത്തെ വിശ്വാസ പരിശീലന അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ പ്രായോഗിക നിർദ്ദേശങ്ങളും മാർഗങ്ങളുമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടവകയിലും കുടുംബത്തിലും വിശ്വാസം എങ്ങനെ അർത്ഥവത്തായി പരിശീലിപ്പിക്കാമെന്ന് പുസ്തകം പറയുന്നു. പിതാവിന്റെ ഒരുപാട് ഹെൽപ്പ് എനിക്കുണ്ട്. ബൂസ്റ്റ് ഇല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളൊക്കെ അപ്പം പറയാറുണ്ട്, അപ്പം അനുഗ്രഹിക്കാണ്ട് വേറെ എന്നെ കടിച്ചിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പിതാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഇത് വിശ്വാസ സൺഡേ സ്കൂളിൻ്റെതായിട്ട് വിശ്വാസ പരിശീലനത്തിൻ്റെതായിട്ട് പിന്നെ കേന്ദ്രത്തിൻ്റെതായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് അച്ഛനോട് പ്രത്യേകം കടപ്പാട് നന്ദിയുണ്ട്. അതുകൊണ്ട് എൻ്റെ രൂപതയ്ക്കുള്ള ഒരു ഉപകാരമായിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത്. ഇത് പ്രകാശിപ്പിക്കുന്നത്.